നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്, നേച്ചറിലാണ്, അടിച്ച് വീശി കളയുക, മറ്റുള്ളതൊന്നും കഴിക്കണ്ട. ഇത് ആന മണ്ടത്തരാണ്. ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുന്നതും പ്രശ്നം തന്നെയാണ്. പെട്ടെന്ന് ഷുഗർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിലെത്തുകയും രക്തത്തിലെത്തുകയും പല പ്രശ്നങ്ങൾക്കും ഇടവരുത്തുകയും ചെയ്യും. അതിനാൽ ഫ്രൂട്ട്സും മിതമായ രീതിയിലേ കഴിക്കാൻ പാടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. सब लोग सोच के रखा फ्रूट्स नेचर है ज़्यादा खाएगा, ये एकदम नंबर 1 गलत है. फ्रूट्स ज़्यादा खाएगा तो भी प्रॉब्लम है. वो लिमिट है, कोई भी चीज़ को खाने का लिमिट है. वो लिमिट क्रॉस करेगा तो आप लोग के प्रॉब्लम होता है. ये फ्रूट्स का अंदर शुगर कंटेंट सब कुछ जल्दी डाइजेस्ट के शरीर के अंदर प्रवेश करके ब्लड में पूरा सर्कुलेशन होता है. उसके वजह से इंसुलेशन रेजिस्टेंस सब कुछ, कोलेस्ट्रॉल सब कुछ होने का चांस है, फैटी लीवर सब कुछ. आप लोग सोचो ये सब्जी खाने का कैसा कोलेस्ट्रॉल, शुगर, प्रेशर बढ़ते रहता है. ये कारण से सब लोग सोचे नेचुरल है सब्जी खाएगा, ये गलत है. ये नीचे वाला വീഡിയോ देखो. പക്ഷെ ഫ്രൂട്ട്സ് കഴിക്കരുത്. അതൊരു വിചിത്രമായി തോന്നുന്നുണ്ടല്ലോ. ഞങ്ങൾ ഓരോരുത്തരും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, കേട്ടിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന പല സ്റ്റാൻഡേർഡ്സിനെയും വെട്ടി താഴിട്ടുകൊണ്ടാണ് ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അതായത് ഇങ്ങനെ ചോദിക്കും, ഇപ്പൊ മദ്യം കഴിക്കരുത്. ഇപ്പൊ മദ്യം കഴിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരോട് മദ്യം കഴിക്കരുത്, അത് ദോഷമാണെന്ന് പറയും. എന്തുകൊണ്ടാണ്? അത് ശരീരത്തിന്, ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ മദ്യം ഉണ്ടാക്കുന്ന എന്തിൽ നിന്ന്? അരി, ഗോതമ്പ്, ഫ്രൂട്ട്സ് ഇതിൽ നിന്ന് തന്നെയാണ് മദ്യം ഉണ്ടാക്കുന്നത്. കോഴിയോ മീനോ ഉപയോഗിച്ചിട്ട് മദ്യം ഉണ്ടാക്കാൻ പറ്റും. ഈ വസ്തുക്കള്, ഈ പഴങ്ങള്, നമ്മുടെ നാട്ടിൽ ഈ പഴങ്ങളൊക്കെ വന്ന് എന്നോട്ടാ 40 വർഷം മുമ്പ് അപൂർവമായി സീസണിൽ ഓറഞ്ചോ മുന്തിരിയോ ഒക്കെ വരും. മാങ്ങയുണ്ടായിരുന്നു, കൈതച്ചക്ക ഉണ്ടായിരുന്നു. കൈതച്ചക്ക ഈ ബർമയിൽ നിന്നൊക്കെയാണ് കൈതച്ചക്ക ഒരു കാലത്ത് വന്നത്. നമുക്കൊരു 16-ാം നൂറ്റാണ്ടിനപ്പുറത്തുള്ള ടെക്സ്റ്റുകളിലൊന്നും കൈതച്ചക്കയെ കുറിച്ച് പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. നമ്മുടെ നാട്ടിലെ പഴങ്ങൾ പൊതുവെ തേങ്ങ, ഈ വന്ന പഴങ്ങൾക്കാണ് ഒന്നുകിൽ മറ്റു ഭാഷയിലുള്ള പേര് അല്ലെങ്കിൽ 2 വാക്കുകളെ കൂട്ടിച്ചേർക്കുന്നത്. കൈത, ചക്ക. പക്ഷെ ഈ തേങ്ങയും ചക്കയും പോലും വന്നതാണല്ലോ ഇപ്പൊ പറയുന്നത്. തെക്കൻ കായ എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറഞ്ഞു വന്നതാണ് തേങ്കായ്. ഈ ചാത്തന്നൂരിനടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് തെങ്ങിന്റെ ഏറ്റവും പഴക്കമുള്ള ഫോസിൽ കണ്ടുപിടിച്ചത്. അതിപ്രാചീനമായ കൃതികളിലൊക്കെ പനസം, മുളക്, ഏലം, ഇഞ്ചി, പനസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക, ഇതിനെക്കുറിച്ച് വളരെ പ്രാചീനമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ ഈ കഴിക്കുന്ന പഴങ്ങളിലെ പഞ്ചസാര കരളിൽ കൊഴുപ്പായിട്ടടി. ഒരു സാത്വികനായ തിരുമേനി, നമ്മുടെ എറണാകുളത്ത് ഒരു പ്രമുഖ ക്ഷേത്രത്തിലെ ഒരു പരമസാത്വികനും 60 വയസ്സുള്ള ഒരാളുമാണ്. അദ്ദേഹത്തിന് ഫാറ്റി ലിവറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മദ്യം കഴിച്ചിട്ടില്ല, ഞാൻ തെറ്റായ വഴി കൂടെ പോയിട്ടില്ല. ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നൊക്കെ ആധുനിക ശാസ്ത്രം വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇദ്ദേഹം രാത്രി 2 മണിക്ക് എഴുന്നേറ്റു, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് അമ്പലത്തിലെ പടച്ചോറ്, ഈ പടച്ചോറ് എന്ന് പറയുന്നത് ഈ കഞ്ഞി ഒട്ടും വെള്ളം ഒട്ടും ഊറ്റിക്കളയാതെ മുഴുവൻ ഗ്ലൂക്കോസും അതിനകത്ത് വീഴും. ആ ചോറും കഴിച്ച് പിന്നെ അവിടുത്തെ നിവേദിക്കാൻ കൊണ്ടുവരുന്ന പഴവർഗ്ഗങ്ങളും കഴിച്ച് കേൾക്കുമ്പോൾ പരമസാത്വികൻ, പാവം എന്ന് തോന്നും. പക്ഷെ അദ്ദേഹം കഴിക്കുന്നത് വിഷമാണ്. വർഷങ്ങളായിട്ട് ഇത് തന്നെ കഴിച്ച് അദ്ദേഹത്തിന്റെ ലിവറിന്റെ പ്രവർത്തനം തകരാറിലായി. നമുക്കിത് 15 ദിവസം കൊണ്ട്, ഇപ്പൊ ഈ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്ന അവസ്ഥ, ഞങ്ങൾ അതിനെ പിത്തം എന്നൊരു കാഴ്ചപ്പാടിലാണ് എടുക്കുന്നത്. 15 ദിവസം കൊണ്ട് നമുക്കതിനെ കുറയ്ക്കാൻ പറ്റും. നമ്മളൊരു മരുന്ന് കൊടുത്താൽ 15 ദിവസം ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി എന്ന് പറയാൻ വരുന്നവൻ ഏത് തരക്കാരനാണെന്ന് നോക്കിയിട്ട്, എങ്കിലും ഇന്ന് വരെ ഇത് ഡോക്യുമെന്റ് ചെയ്ത് ഗുരുകുലത്തില് ഇത്തരം കേസുകൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓരോ രോഗവും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, 2-3 വർഷം മുമ്പ് വന്ന ആൾക്കാരെ ഞങ്ങൾ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും. എങ്ങനെയുണ്ട്, ഇപ്പോ വേറെ വല്ല ചികിത്സയ്ക്കും പോയോ? അപ്പോൾ ഇത്രയും വളരെ ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യങ്ങളെ, ഈ നാട്ടറിവുകളെ അന്ധവിശ്വാസമായിട്ട് കേട്ടതുപോലെ എടുത്ത് വിഴുങ്ങാൻ പറ്റത്തില്ല. പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട പല നാട്ടറിവുകളിലും ശുദ്ധാസംബന്ധമുണ്ട്. ഇപ്പോ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ഒക്കെ പ്രചരിക്കുന്ന ഒരു തൊട്ടാവാടി അരച്ച് കരിക്കും വെള്ളത്തിൽ കുടിച്ചാൽ ഷുഗർ കുറയും. ശരിയാ, മരിച്ചു പോയാൽ ഷുഗർ കുറയുള്ളൂ.
മരിച്ചു. അത്ര ഡേഞ്ചറസ്. തൊട്ടാവാടി വിഷമാണ്. തൊട്ടാവാടിയിൽ വിഷമുണ്ട്. തൊട്ടാവാടിയുടെ ഉള്ളിലിരിക്കുന്ന ഈ ജോയിന്റിൽ ഒരു മുഴ പോലെ കണ്ടിട്ടില്ലേ, അതൊരു പ്രത്യേകതരം വിഷമാണ്. അത് പ്രമേഹമുള്ളവൻ കരിക്കും വെള്ളത്തിലും കൂടെ ഇത് ചേർത്ത് കഴിക്കുമ്പോൾ ഇത് അവനെ ഗുരുതരമായിട്ട് ബാധിക്കും. ഇത് നാട്ടറിവിൽ പ്രചരിക്കുന്ന പല പുസ്തകങ്ങളിലും പല ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നവരൊക്കെ പോയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, തൊട്ടാവാടി പ്രമേഹത്തിൽ ഉപയോഗിക്കാമെന്ന്. പക്ഷെ അപകടമാണ് മനുഷ്യൻ. അപ്പൊ ഞങ്ങൾ ഇതിനെ ഇൻസുലിൻ നിർത്തിയ ഒരു വ്യക്തിയെ ഞങ്ങൾ 3 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അയാളുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട്. ഇപ്പൊ നമ്മളുടെ മരുന്നുകളൊക്കെ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തി സ്റ്റെബിലിറ്റി സ്റ്റഡിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന മരുന്നുകളുണ്ട് നമുക്ക്. ഈ മരുന്നുകളുടെ ഒക്കെ പുറകിൽ കൃത്യമായ പഠനം അതാത് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി അതിന്റെ രേഖകൾ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് നാട്ടറിവുകളുമായി ബന്ധപ്പെട്ട് നാട്ടറിവുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിനൊരു ഡോക്യുമെന്റേഷൻ ഇല്ലായ്മയാണ്. അത് നിങ്ങൾ പരിഹരിക്കുന്നുണ്ടെന്നാണ്. വാസ്തവത്തിൽ നാട്ടറിവ് എന്ന് പറയുന്നത് മലയാളി മാത്രം പറയുന്ന, മലയാളിയുടെ ഈ ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ ഗൃഹാതുരത്വത്തിനെ കൊണ്ടു നടക്കുന്ന മലയാളിയുടെ ഒരു മണ്ടത്തരം മാത്രമാണ് നാട്ടറിവ്. അങ്ങനെ ഈ നാട്ടറിവ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യമൊന്നുമില്ല. എന്താണ് നമ്മുടെ നാട്ടിലുള്ള നാട്ടറിവ്? ഇപ്പൊ എനിക്ക് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ട്, പക്ഷെ ഫ്രൂട്ട്സ് കഴിക്കരുത്. അതൊരു വിചിത്രമായി തോന്നുന്നുണ്ടല്ലോ. ഞങ്ങൾ ഓരോരുത്തരും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, കേട്ടിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന പല സ്റ്റാൻഡേർഡ്സിനെയും വെട്ടി താഴിട്ടോണ്ടാണ് ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അതായത് ഇങ്ങനെ ചോദിക്കും, ഇപ്പൊ മദ്യം കഴിക്കരുത്. ഇപ്പൊ മദ്യം കഴിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരോട് മദ്യം കഴിക്കരുത്, അത് ദോഷമാണെന്ന് പറയും. എന്തുകൊണ്ടാണ്? അത് ശരീരത്തിന് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ മദ്യം ഉണ്ടാക്കുന്ന എന്തിൽ നിന്ന്? അരി, ഗോതമ്പ്, ഫ്രൂട്ട്സ് ഇതിൽ നിന്ന് തന്നെയാണ് മദ്യം ഉണ്ടാക്കുന്നത്. കോഴിയോ മീനോ ഉപയോഗിച്ചിട്ട് മദ്യം ഉണ്ടാക്കാൻ പറ്റും. ഈ വസ്തുക്കള്, ഈ പഴങ്ങള്, നമ്മുടെ നാട്ടിൽ ഈ പഴങ്ങളൊക്കെ വന്ന് എന്നോട്ടാ 40 വർഷം മുമ്പ് അപൂർവമായി സീസണിൽ ഓറഞ്ചോ മുന്തിരിയോ ഒക്കെ വരും. മാങ്ങയുണ്ടായിരുന്നു, കൈതച്ചക്ക ഉണ്ടായിരുന്നു. കൈതച്ചക്ക ഈ ബർമയിൽ നിന്നൊക്കെയാണ് കൈതച്ചക്ക വരുന്നത് ഒരു കാലത്ത് വന്നത്. നമുക്കൊരു 16-ാം നൂറ്റാണ്ടിനപ്പുറത്തുള്ള ടെക്സ്റ്റുകളിലൊന്നും കൈതച്ചക്കയെ കുറിച്ച് പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. നമ്മുടെ നാട്ടിലെ പഴങ്ങൾ പൊതുവെ